ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവിടെ പറയുന്നതായിരിക്കും. വിളിക്കണ്ട, മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, ബാക്ക് ടു റീഡിംഗ്. ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്, ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് നിഗൂഢമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വ്യക്തിയുടെ എനർജി, ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അവസാനം 3 ലവ് മെസ്സേജസും നമ്മൾ എടുക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും. സോ നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്, വളരെയധികം ഭയങ്കര ബ്ലോക്കിംഗ് സിറ്റുവേഷനിൽ കിടക്കുന്ന ഒരവസ്ഥയായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ വ്യക്തി വളരെയധികം ബ്ലോക്കിംഗ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കിടക്കുന്നുണ്ട്. അതായത് ധാരാളം തടസ്സങ്ങളുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും പഴയ രീതിയിലേക്ക്, പഴയ ഒരു ജീവിതത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അത് സന്തോഷത്തോടെ ആണെങ്കിലും, നിങ്ങളുടെ ഇപ്പം എല്ലാ മനുഷ്യരുടെയും ഒരു നോർമൽ ലൈഫ് ഉണ്ടല്ലോ, ആ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് രണ്ടു പേർക്കും തിരിഞ്ഞു പോകാൻ പറ്റുന്നില്ല. തിരിച്ച് ആ ഒരു ലൈഫിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഈ പേഴ്സണെ നല്ല രീതിയിൽ തളർത്തുന്നുണ്ട്. ധാരാളം തടസ്സങ്ങളുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെ രണ്ടുപേരും വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടോ കുറച്ച് കർമ്മബന്ധമാണ്, കർമ്മങ്ങൾ കൂടുതലുള്ള ഒരു കണക്ഷനായിട്ട് കാണിക്കുന്നുണ്ട്. ബേബി ഈ പേഴ്സൺ നിങ്ങളുടെ സോൾമേറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് മുജ്ജന്മത്തിൽ നിന്നും വന്നിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സോള് അത്രയും ആഗ്രഹിച്ച് അതൊരു മാനിഫെസ്റ്റേഷൻ ആയി മാറി അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ടും കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ ആശിച്ച് മോഹിച്ച് കിട്ടിയ ഒരു പേഴ്സൺ ആണെങ്കിൽ കൂടി ഈ പേഴ്സണും നിങ്ങൾക്കും ഇടയിൽ വളരെയധികം ഒരു കർമ്മബന്ധം, കുറെ കർമ്മം ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു കർമ്മം എന്ന് പറയുന്നത് ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും അതുപോലെ കുറച്ച് വിഷമങ്ങളുടെയും ഒക്കെ ആ ഒരു രീതിയിലാണ് ഈ കർമ്മങ്ങളൊക്കെ വന്നേക്കണത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് സ്നേഹിച്ച് കല്യാണം കഴിക്കാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സ്നേഹിക്കുക, പിന്നെ വീട്ടിൽ അറിയിക്കുക, കല്യാണം കഴിക്കുക. പക്ഷെ അതിലേക്ക് എത്തിച്ചേരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സൺ വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാകും. വേറെ ആളായിട്ട് ചിലപ്പോൾ എന്തുണ്ടാകും, വേറെ ആളെ കല്യാണം കഴിച്ച് ഫാമിലി ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങളും വേറെ കല്യാണം കഴിച്ച് ഫാമിലി ഉണ്ടാകും. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും എങ്ങനെയൊക്കെ നോക്കിയിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ഒരു കണക്ഷൻ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതുപോലെ ലവേഴ്സിന്റെ കേസ് ആണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും സ്നേഹിക്കുകയാണ്. പക്ഷെ അത് സ്നേഹിക്കുന്നത് ഒരു വൃത്തിയായിട്ട് മര്യാദക്ക് സ്നേഹിക്കാനും പറ്റുന്നില്ല. എന്നാൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇമോഷണൽ പരമായിട്ട് നിങ്ങൾ വളരെയധികം നിങ്ങളുടെ രണ്ടുപേരും മനസ്സുകൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ ഡെയിലി ഉള്ള കാര്യങ്ങൾ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ഉണ്ടെങ്കിൽ ജോലിക്ക് പോകുന്ന കാര്യങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഒക്കെ തന്നെയും എന്തോ നിങ്ങൾക്കൊരു പൂർണ്ണത കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല. ഒരു പൂർണ്ണത കൊണ്ടുവരാനായിട്ട് പറ്റുന്നില്ല എന്നാണ് കാണിക്കുന്നത്. എല്ലാത്തിലും മാറി നിൽക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ പുറമേ ചിരിക്കുന്നുണ്ടാകാം, സന്തോഷിക്കുന്നുണ്ടാകാം, പക്ഷെ എന്നാൽ പോലും അത് പുറമേ ഉള്ളൊരു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഇമോഷണൽ പരമായിട്ട് നല്ല രീതിയിൽ ഇതാകുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണ് നിങ്ങളിൽ നിന്നും ഒരു കുട്ടി വേണമെന്നൊക്കെ വളരെയധികം രഹസ്യമായിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതായത് ഹിഡൻ ഫീലിങ്സ് ആണ് നിഗൂഢമായിട്ട്. അതായത് ഒരു കുട്ടി വേണം, നിങ്ങളായിട്ടൊരു ഫാമിലി വേണമെന്ന് ഈ വ്യക്തി എന്തുകൊണ്ടോ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എത്രയേറെ പരീക്ഷണ ഘട്ടങ്ങൾ ഉണ്ടായാലും, എത്രയേറെ തടസ്സങ്ങൾ ഉണ്ടായാലും അതിനെല്ലാം മറികടന്ന് ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ചിന്ത ഈ വ്യക്തിക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തമാക്കണം, ഒരുമിച്ച് ഹാർമണി റിലേഷൻഷിപ്പാണ്. അതായത് ഹാർമണി, സക്സസ് ആണ്, വിജയം, സന്തോഷം, ദാമ്പത്യം, അതിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ
ഈ വ്യക്തി വിശ്വസിക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങളോടുള്ള സ്നേഹം എന്നെങ്കിലും അംഗീകരിക്കും. ഈ ഒരു സമൂഹം അല്ലെങ്കിൽ ഈ ഒരു ലോകം അംഗീകരിക്കുന്ന ഒരു സമയം വരും. അത് നിങ്ങൾക്കത് അന്ന് അനുയോജ്യമായിട്ട് കിട്ടുമെന്നാണ് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത്. ഓക്കെ. അതുപോലെ ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഫുൾ മൂൺ, ന്യൂ മൂൺ പ്രയേഴ്സ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാനും ഒക്കെ നല്ലതാണ്. കാരണം നിങ്ങൾ രണ്ടുപേരും വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് കാണിക്കുന്നത്. അപ്പൊ ആ ഒരു പവറിലേക്ക് എത്തിച്ചേരാനായിട്ട് കാരണം ഇപ്പോ ഇങ്ങനെ തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ കിടക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ ആ പവർ കുറഞ്ഞിട്ടുണ്ടാകാം. മനോധൈര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബലം, ആ ഒരു മാനസിക ശാരീരിക ബലം അത് ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അതൊക്കെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചെടുക്കാൻ പറ്റും. അത് മാനിഫെസ്റ്റേഷനിലൂടെയും പ്രാർത്ഥനകളിലൂടെയും തടസ്സങ്ങളെ നിങ്ങൾക്ക് നീക്കാൻ പറ്റും. തടസ്സങ്ങൾ മാറുമ്പോൾ തന്നെ നമുക്ക് കോൺഫിഡൻസ് വരും അല്ലേ? അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. നിങ്ങളുടെ ഈ ഒരു സ്നേഹം നാളെ അംഗീകരിക്കപ്പെടുന്ന ഒരു സമയം ഉണ്ടാകും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തി വളരെയധികം വിഷമത്തിൽ തന്നെയാണ്. സോ നിങ്ങളും അതുപോലെ തന്നെ വിഷമിച്ചിരിക്കാണ്ട് നിങ്ങൾ ഇതിലൊരു പ്രോഗ്രസീവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കണം. ഏതെങ്കിലും ഒരാൾ വിചാരിച്ചാൽ മതി, അത് മറ്റാൾക്ക് എഫക്റ്റീവ് ആയിക്കോളും. ഓക്കെ. കാരണം നിങ്ങൾ രണ്ടുപേരും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. സോ അതുകൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചേക്കാം. നിരന്തരം നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ ഒരിക്കലും തളർന്നു പോകരുത്. ബിക്കോസ് നിങ്ങൾ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്ക് ഈസിലി മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. ഓക്കെ. നമുക്ക് ശരിയാണ്, ബ്ലോക്കിംഗ് ഉണ്ട്, ബ്ലോക്കേജസ് ഉണ്ട്, തടസ്സങ്ങളുണ്ട്, സമ്മതിച്ചു. പക്ഷെ എന്നാലും അതിനെ മറികടക്കാനും കൂടിയുള്ള കരുത്ത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരും എന്നുള്ളത് തന്നെയാണ് കാർഡ്സിലൂടെ വ്യക്തമാകുന്നത്. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ദാമ്പത്യ ജീവിതമാണ്, നിങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു നിങ്ങൾ നല്ല രീതിയിൽ ഫെർട്ടിലിറ്റി മാനിഫെസ്റ്റേഷൻ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞ് പെട്ടെന്ന് ഒരു സന്തോഷ വാർത്ത അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നുണ്ട്. എന്തോ ആ ഒരു മെസ്സേജ് വന്നു. സോ അത് പറയണമെന്ന് തോന്നി. ഓക്കെ. ദെൻ ഈ വ്യക്തിയുടെ ആ ഒരു ലവ് മെസ്സേജസ് ആണ്, യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. അപ്പൊ ഈ വ്യക്തി ഇപ്പോൾ വിശ്വസിക്കുന്നത്, ഭയങ്കര വിഷമിച്ചൊക്കെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തി വിശ്വസിക്കുന്ന എന്താന്ന് വെച്ചാൽ ഈ വ്യക്തി എന്തുകൊണ്ടും അതായത് ഈ വ്യക്തി നിങ്ങളെക്കാളും മോശമാണെന്നാണ്. അതായത് നിങ്ങൾ ഈ വ്യക്തിയെക്കാളും എന്തുകൊണ്ടും നല്ലതാണ്, നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ആളെ കിട്ടും. ഈ വ്യക്തി എന്തുകൊണ്ടോ മോശമാണെന്നാണ് ഈ വ്യക്തി പറയുന്നത്. കാരണം ഈ വ്യക്തിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുക്കാനൊന്നും ഈ വ്യക്തിയെ കൊണ്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ടായിരിക്കണം ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് അവർ കണക്ഷൻ. ഓക്കെ. അപ്പൊ ഇവിടെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ എനർജി കിട്ടുന്നുണ്ട്. അപ്പൊ ഈഗോ ഒന്നിനൊരു പരിഹാരമല്ല. അത് പിടിച്ചു വെച്ചിട്ട് പ്രത്യേകിച്ച് നമുക്കൊന്നും നേടാനില്ല. സോ ഈഗോ മാറ്റി വെക്കാൻ പറയുന്നുണ്ട്. ചിലപ്പോൾ ഈ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾക്കാണ് ഈഗോ എന്നാണ്. നിങ്ങൾ വിചാരിക്കും ഈ പേഴ്സൺ ആണെന്ന്. അത് സംസാരിച്ച് മനസ്സിലാക്കാം. അണ്ടർസ്റ്റാൻഡിങ് ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി. ഓക്കെ. അപ്പൊ നിങ്ങളുടെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു ജീവിത കഥ എന്ന് പറയുന്നത് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റോറി ആയിരിക്കാം, ഒരു ജീവിത കഥയായിരിക്കാം. അത് ഈ പേഴ്സണ് വളരെയധികം ഇൻസ്പിരേഷൻ ആയിട്ടുണ്ട് എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. അതാണ് പറഞ്ഞത്, രണ്ടുപേരും വളരെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. സ്ത്രീകളാണെങ്കിൽ കുറച്ചും കൂടി പവർഫുൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികളെ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് തരണം ചെയ്ത് മുന്നോട്ട് വന്ന ആൾക്കാരായിരിക്കണം. സോ അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ശക്തിനെ ഈ പേഴ്സൺ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അഭിനന്ദിക്കുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ. സോ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഈ പേഴ്സന്റെ നിഗൂഢമായ ഫീലിങ്സ് ആണ് നമ്മൾ നോക്കിയത്. പക്ഷെ വേറെയും ഒരുപാട് എനർജീസ് ഒക്കെ വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ. സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.